ഈ വരാൻ പോകുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ യുണൈറ്റഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ടീമിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ മിഡ്ഫീൽഡിൻ്റെ വമ്പൻ അഴിച്ചുപണി തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മിഡ്ഫീൽഡിൻ്റെ നെടുംതൂണായ കസമീറോ നമ്മുടെ ടീമിനെ വിട്ടു പോകും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡ് അഴിച്ചു പണിയുക, നല്ല രീതിയിൽ അഴിച്ചു പണിയുക. മിനിമം 2 അല്ലെങ്കിൽ 3 സൈനിങ്, അല്ലെങ്കിൽ ഉഗാർത്തെ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 3 സൈനിങ്, മിഡ്ഫീൽഡ് സൈനിങ് നമ്മൾ നടത്തും എന്നാണ് റിപ്പോർട്ടൊക്കെ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം പല ലിങ്ക്സും മിഡ്ഫീൽഡ് സൈനിങ്ങിനെ പറ്റിയുള്ള പല ലിങ്ക്സും ഇപ്പം തന്നെ വന്ന് തുടങ്ങുന്നുണ്ട്. യുണൈറ്റഡുമായിട്ടുള്ള പല ലിങ്ക്സ്, പല പ്ലെയേഴ്സിനെയും നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യുന്ന പ്ലെയേഴ്സിൻ്റെ കാര്യം മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഏത് തരം പ്ലെയേഴ്സിനെ നമുക്ക് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പം ഉള്ള മിഡ്ഫീൽഡിനെ നമ്മൾ കുറച്ചുകൂടെ അടുത്തറിയണം. മിഡ്ഫീൽഡിലുള്ള പ്ലെയേഴ്സിൻ്റെ റോൾ എന്താണ്, അവർ എന്താണ് നമ്മുടെ മിഡ്ഫീൽഡിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അവരുടെ സ്ട്രെങ്ത്സ് എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് ഓടിച്ച് പോകാം. അത് കഴിഞ്ഞിട്ട് നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യുന്ന പ്ലെയേഴ്സ്, അതുപോലെ തന്നെ എൻ്റെ ഒരു ഐഡിയൽ മിഡ്ഫീൽഡ് സൈനിങ്സ് ആരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ മിഡ്ഫീൽഡിൻ്റെ കാര്യം നോക്കിയാൽ കസമീറോ, കോബി മേനു, അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ 3 മാൻ മിഡ്ഫീൽഡ്. ഇതിൽ നമ്മൾ കസമീറോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കസമീറോയുടെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് നമ്മുടെ മിഡ്ഫീൽഡിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം കസമീറോയുടെ ആ ഒരു ഡിസ്റപ്ഷൻ, ഓപ്പോസിഷൻ്റെ അറ്റാക്കിനെ ഡിസ്റപ്റ്റ് ചെയ്യുക, ഓപ്പോസിഷൻ്റെ പ്ലേയെ ഡിസ്റപ്റ്റ് ചെയ്യുക, ബോൾ വിൻ ചെയ്യുക, ഏരിയലി അതുപോലെ തന്നെ ഏരിയൽ ഡ്യുവൽസ്, ഗ്രൗണ്ട് ഡ്യുവൽസ്, ഇതൊക്കെ വിൻ ചെയ്യുക, പൊസിഷൻ വിൻ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, ഓഫ് ദ ബോൾ ആ ഒരു വർക്ക് റേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കസമീറോയുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ നമ്മൾ വിത്ത് ദ ബോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, കസമീറോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, കസമീറോ വിത്ത് ദ ബോൾ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ കസമീറോ കുറച്ച് വീക്കറാണ്. പക്ഷേ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ അപ്പുറത്ത് കോബി മേനു ഉണ്ട്, കുറേ കൂടെ ടെക്നിക്കലി കുറേ കൂടെ സ്കിൽഫുൾ ആയിട്ടുള്ള കോബി മേനു ഉണ്ട്. ടെക്നിക്കലി അത്രയ്ക്കും സ്കിൽഫുൾ അല്ല, വിത്ത് ദ ബോൾ അത്രയും പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലെയർ അല്ല കസമീറോ. അപ്പോൾ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ അപ്പുറത്ത് കോബി മേനു ഉണ്ട്. പിന്നെ വിത്ത് ദ ബോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കസമീറോ നമുക്ക് തരുന്നൊരു കാര്യം എന്ന് പറയുന്നത് പ്രോഗ്രസീവ് പാസിംഗ് ആണ്. പ്രോഗ്രസീവ് പാസിംഗ് എന്ന് പറയുന്നത് ലോങ് പാസസ്, അതും ക്രിയേറ്റീവ് വൈസ് നമ്മുടെ ടീമിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരം പാസുകൾ. നമ്മളെല്ലാവരും ഈ സ്വിച്ചസ് കണ്ടിട്ടുണ്ട്, ലെഫ്റ്റ് വിങ്ങിലോട്ടും റൈറ്റ് വിങ്ങിലോട്ടും. അതുപോലെ തന്നെ സെൻട്രലി പ്ലെയേഴ്സ് റണ്ണ് നടത്തുമ്പം കൊടുക്കുന്ന ഒരു ഡിങ്ക് ബോൾസ് ഉണ്ട്. ഈ രീതിയിൽ ഇങ്ങനത്തെ ഒരു ആർക്കിൽ പോകുന്ന തരം ബോൾസ്, ഡിങ്ക് ബോൾസ്, അവരെ ഫീഡ് ചെയ്ത് അങ്ങനെ ചാൻസസ് പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഈ സ്വിച്ചസും കാര്യങ്ങളും, പെട്ടെന്നുള്ള ഈ പാസിങ്ങും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിമിൻ്റെ ടെമ്പോ കൂട്ടാനൊക്കെ എപ്പോഴും സഹായിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു മൊമെൻറ്റത്തിന് അല്ലെങ്കിൽ ടെമ്പോയെ കൺട്രോൾ ചെയ്യാനും സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പലപ്പോഴും നമ്മളെ ഈ ഒരു പ്ലെയർ കസമീറോ ഹെൽപ്പ് ചെയ്യാറുണ്ട് വിത്ത് ദ ബോൾ. അപ്പം ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ തന്നെ ബ്രൂണോയ്ക്ക് വലിയൊരു ഹെൽപ്പാണ് ശരിക്കും പറഞ്ഞാൽ മിഡ്ഫീൽഡിൽ കസമീറോ. അപ്പം ഇതൊന്നും അല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സെറ്റ് പീസസിൽ നമ്മുടെ ഏറ്റവും വലിയൊരു ത്രെട്ട് എന്ന് പറയുന്നത് കസമീറോ ആണ്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് ശരിക്കും നമ്മുടെ മിഡ്ഫീൽഡിന് അല്ലെങ്കിൽ നമ്മുടെ ഓവറോൾ ഗെയിമിന് കസമീറോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കോബി മേനുവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കസമീറോയുടെ ഈ ഒരു ടെക്നിക്കലി ഉള്ള പുള്ളിയുടെ ആ ഒരു എന്നാ പറയുക വീക്ക്നെസ്, അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കോബി മേനു ആണ്. ആസ് എ നമ്പർ 8 കോബി മേനു പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറായിട്ട് തോന്നിയിട്ടില്ല നമ്പർ 8 എന്നുള്ള രീതിയിൽ. പുള്ളി ടെക്നിക്കലി ഭയങ്കര സ്കിൽഫുൾ ആയിട്ടുള്ള പ്ലെയറാണ്, സിൽക്കി സ്മൂത്ത് ടച്ചസ്. നമ്മളെല്ലാവരും കോബി മേനുവിൻ്റെ ബോൾ ക്യാരിങ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം ബോൾ ക്യാരി ചെയ്ത് മുന്നോട്ട് പോയി ഓപ്പോസിഷനെയൊക്കെ എന്നാ പറയുന്നത് ഡ്രിബിൾ പാസ് ചെയ്ത് ഫേക്ക് പാസ് കളിച്ചും അല്ലെങ്കിൽ ഡ്രിബിളിങ്ങും ഒക്കെ നടത്തി അവരെ നിഷ്പ്രഭമാക്കുന്നതൊക്കെ കണ്ട് നമ്മൾ ശരിക്കും വാവ് കൈ അടിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്കിൽ സെറ്റിൻ്റെ കാര്യത്തിലൊന്നും എനിക്ക് കോബി മേനുവിൻ്റെ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ആസ് എ നമ്പർ 8 ഒരു ബോക്സ് ടു ബോക്സ് അത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ആണോ, ആ ഒരു ഫിസിക്കൽ പ്രസൻസ് ആണോ മിഡ്ഫീൽഡിന്, ആ ഒരു അഗ്രസീവായിട്ടുള്ള മിഡ്ഫീൽഡർ ആണോ, മോഡേൺ മിഡ്ഫീൽഡിന് വേണ്ട ആ ഒരു അഗ്രഷൻ ഉണ്ടോ, ഒരു നമ്പർ 8 വേണ്ട ആ ഒരു അഗ്രഷൻ ഉണ്ടോ, എന്നാ പറയുന്നത് ഓഫ് ദ ബോൾ ആ ഒരു വർക്ക് റേറ്റ്, അതൊന്നും കോബി മേനുവിൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ചെയ്യുന്നുണ്ട് പക്ഷേ അത്രയും സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ ടെക്നിക്കലി ഉള്ള ഭയങ്കര സ്കിൽഫുള്ളാണ്. എന്നാ പറയുക സ്മോൾ പാസ് കളിച്ച് റൺ ചെയ്യുക, പാസ് കളിക്കുക, മൂവ് ചെയ്യുക, ആ കാര്യത്തിലൊക്കെ ബെറ്ററാണ്. ബോൾ ക്യാരിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ബെറ്ററാണ്.
പക്ഷേ ഒരു നമ്പർ 18 നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ബോക്സ് ടു ബോക്സ് പ്രസൻസ് എന്നുള്ള രീതിയിൽ കോബി മെനു എന്നെ അത്രയും തൃപ്തിപ്പെടുത്തിയിട്ടില്ല. കുറേ കൂടെ എനിക്ക് തോന്നുന്നു കോബി മെനുവിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു അറ്റാക്കിംഗ്, ഒരു ഇൻസൈഡ് അറ്റാക്കിംഗ്, എന്നാ പറയുന്നത്, ലെഫ്റ്റ് സൈഡ് ഇൻറ്റീരിയർ ആയിട്ടോ അല്ലെങ്കിൽ നമ്പർ 10 ആയിട്ടോ ആ ഒരു റോളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാലായിരിക്കും കോബി മെനു കുറേ കൂടെ എന്നാ പറയുന്നത് ത്രൈവ് ചെയ്യാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ ലിങ്കപ്പിലൊക്കെ ഫൈനൽ തേർഡിൽ ഇൻവോൾവ് ആകാനും റൺസ് നടത്താനും സ്പേസസ് ക്രിയേറ്റ് ചെയ്യാനും വേണമെങ്കിൽ ലേറ്റ് റൺസ് നടത്തി ഗോളുകൾ സ്കോർ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും കുറേ കൂടെ ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ കുറേ കൂടെ യുണൈറ്റഡിനെ എന്താ പറയുന്നത് ഒരു യുണൈറ്റഡിൻ്റെ ഗെയിമിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കുറേ കൂടെ ഒരു അറ്റാക്കിംഗ് പൊസിഷൻ ആയിരിക്കും കോബി മെനു നല്ലത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു കസമീരോടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കോബി മെനുവിനെ റീപ്ലേസ് ചെയ്തൊരു നമ്പർ 6 നമ്പർ 8 2 പ്ലെയേഴ്സ് നമ്മുടെ ഫസ്റ്റ് 11-ൽ സ്റ്റാർട്ട് ചെയ്യേണ്ട 2 പ്ലെയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്യണമെന്ന് ഞാൻ കരുതുന്നത്. പിന്നെ നമ്മുടെ മൂന്നാമത്തെ പ്ലെയർ നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന പ്ലെയർ. ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ചുമലിലാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ ഭാരം മുഴുവൻ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കസമീരോ കുറച്ചൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ഞാൻ ഈ ഒരു നമ്പർ 8-ൻ്റെ ഭാഗത്തു നിന്നും ക്രിയേറ്റിവിറ്റി ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കോബി മെനു അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ മേളിലാണ് ഈ എന്നാ പറയുന്നത് ക്രിയേറ്റിവിറ്റിയുടെ ഭാരം മുഴുവൻ പുള്ളിയുടെ മേളിലാണ്. പുള്ളി അത് ഡെലിവർ ചെയ്യുന്നുണ്ട്. കസമീറോ അല്ലെങ്കിൽ ലിസാൻഡ്രോ മാർട്ടിനസ് കളിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ആ ഒരു പുള്ളിയാണെങ്കിൽ ലൈൻ സ്പ്ലിറ്റിംഗ് പാസസും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റിയുടെ കാര്യം പെട്ടെന്ന് എനിക്ക് വേറൊരു കാര്യങ്ങൾ ഓർമ്മ വന്നു, കസമീറോയുടെ കാര്യം. കസമീറോ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും, ഫുള്ളാമിനെതിരെ കസമീറോ കുണിയേക്ക് കൊടുത്ത ആ ഒരു എന്നാ പറയുന്നത് നോ ലുക്കിംഗ്, ഈ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടൊരു എന്നാ പറയുന്നത് ഡിഫൻസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു പാസ് കൊടുക്കുന്നുണ്ട് കുണിയുടെ ആ ഒരു റൺസിനെ ഫൈൻഡ് ചെയ്ത് കുണിയെ പോയി ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പാസുകൾ, സ്വിച്ചസ്, ഡിങ് ബോൾസ്, ഈ രീതിയിലൊക്കെ പ്രോഗ്രസീവ് പാസസ് വഴി നമ്മളെ കസമീറോ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഡിസ്റപ്ഷൻ്റെ കാര്യമൊക്കെ അറിയാം. അപ്പം ഇങ്ങനത്തെ പല ഫാക്ടേഴ്സ് നമ്മുടെ മിഡ്ഫീൽഡിൽ കൊണ്ടുവരണം. ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന മനുഷ്യൻ പുള്ളിയുടെ സെറ്റ് പീസ് എബിലിറ്റി, അതുപോലെ തന്നെ പുള്ളിയുടെ ഗോൾ സ്കോറിങ് എബിലിറ്റി, ചാൻസസ് ക്രിയേഷൻ, ഇതെല്ലാം നമുക്ക് വേണം. നമ്മുടെ മിഡ്ഫീൽഡിലെ ഏറ്റവും ആദ്യത്തെ പേര് അല്ലെങ്കിൽ ഇറിപ്ലേസബിൾ ആയിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. ഇപ്പം ബാക്കിയുള്ള ഈ നമ്പർ 6 നമ്പർ 8 ഈ 2 പൊസിഷനിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്ലെയേഴ്സ് വേണം എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. അപ്പം നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ലേറ്റസ്റ്റായിട്ട് ലിങ്ക് വരുന്ന 2 പേരുകൾ എന്ന് പറയുന്നത് 2 ന്യൂകാസിലിൻ്റെ പ്ലെയേഴ്സ്. ഒന്ന് സാൻഡ്രോ ടൊണാലി, അതുപോലെ തന്നെ ബ്രൂണോ ഗുമാറസ്. അപ്പം സാൻഡ്രോ ടൊണാലി, ബ്രൂണോ ഗുമാറസ് ഇവരെ 2 പേരെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കസമീറോയിട്ട് കുറേ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പേരെന്ന് പറയുന്നത് സാൻഡ്രോ ടൊണാലിയുടെയാണ്. അപ്പം ന്യൂകാസിലിൽ കുറേ കൂടെ നമ്പർ 6 എന്നുള്ള രീതിയിൽ കളിക്കുന്ന പ്ലെയറാണ്. പക്ഷേ ഓഫ് ദ ബോൾ എനിക്ക് കസമീറോ ആയിട്ട് സ്റ്റാർട്ട് വൈസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കസമീറോയെ കവച്ച് വയ്ക്കുന്ന ഒരു പ്രകടനമൊന്നും സാൻഡ്രോ ടൊണാലിയുടെ ഭാഗത്തുനിന്നില്ല. പക്ഷേ നമുക്ക് റീപ്ലേസ് ചെയ്യാം വേണമെങ്കിൽ. ആ ഒരു ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്, ഡിസ്റപ്ഷൻ്റെ ക്വാളിറ്റിയും പ്രോഗ്രസീവ് പാസിങ്ങിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ബോൾ ക്യാരിങ് ടെക്നിക്കൽ എബിലിറ്റി ഒക്കെ എനിക്ക് തോന്നുന്ന കസമീറോയെക്കാളും കുറച്ചുകൂടെ ബെറ്ററാണ് ടൊണാലിയുടെ കാര്യത്തിൽ. പിന്നെ നമ്മൾ ഈ ബ്രൂണോ ഗുമാറസിൻ്റെ കാര്യം പറഞ്ഞാൽ ബ്രൂണോ ഗുമാറസ് കുറേ കൂടി ഒരു നമ്പർ 8 ആണ്. നമ്പർ 8/10 ആ ഒരു റോളിൽ കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ് ബ്രൂണോ ഗുമാറസ്. ഒരിക്കലും നമ്പർ 6 പ്ലെയർ അല്ല ബ്രൂണോ ഗുമാറസ്. കുറേ ഒരു ഓൾ ആക്ഷൻ, ഞാൻ പറഞ്ഞ ഇപ്പം കോബി മെനുവിനെ നമുക്ക് മിഡ്ഫീൽഡിൽ റീപ്ലേസ് ചെയ്യണമെങ്കിൽ പറ്റിയ പ്ലെയറാണ് ബ്രൂണോ ഗുമാറസ് എന്ന് പറയുന്ന പ്ലെയറിൻ്റെ വർക്ക് റേറ്റ്, പുള്ളിയുടെ ഇൻറ്റൻസിറ്റി, പ്രസ്സിങ്, അതുപോലെ തന്നെ പ്രോഗ്രസീവ് പാസിങ്, പുള്ളിയാണെങ്കിലും ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് എന്നാ പറയുന്നത് ബ്രൂണോയെ ഹെൽപ്പ് ചെയ്യാൻ എന്താണ് ബ്രൂണോ ഗുമാറസിന് പറ്റും. അതുമാത്രമല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി, ന്യൂകാസിലിൻ്റെ ക്യാപ്റ്റനാണ്, അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ 2 പ്ലെയേഴ്സിനെ കമ്പയർ ചെയ്താൽ ഇപ്പോൾ 2 പ്ലെയേഴ്സിനെ നമ്മളോട്ട് ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആരെങ്കിലും ഒരാളെ ടീമിലോട്ട് വരികയാണെങ്കിൽ തന്നെ 2 പേരെയും ഒരാളെ തന്നെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. ഇപ്പം സാൻഡ്രോ ടൊണാലിയുടെ കാര്യം നോക്കിയാൽ പുള്ളിയുടെ കോൺട്രാക്റ്റ് 2029 വരെയുണ്ട്. പുള്ളി കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ നടത്തി 2029 വരെ പുള്ളിക്ക് കോൺട്രാക്റ്റ് ഉണ്ട്, പ്ലസ് 1 ഇയർ എക്സ്റ്റൻഷൻ ഓപ്ഷനും ന്യൂകാസിലിൻ്റെ കയ്യിലുണ്ട്. ബ്രൂണോ ഗുമാറസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2028 വരെ ആണ് പുള്ളിയുടെ കോൺട്രാക്റ്റ് ഉള്ളത്. ഇപ്പം ബെൻ ജേക്കബ്സ് ഒക്കെ പറയുന്ന കുറച്ചുകൂടി ഒരു ജെൻറ്റിൽമാൻസ് കോൺട്രാക്റ്റ് ജെൻറ്റിൽമാൻസ് എഗ്രിമെൻ്റ് ഉണ്ട് ന്യൂകാസിലും ബ്രൂണോ ഗുമാറസും തമ്മിൽ. കാരണം ഇവരിപ്പം ആരാ പറയുന്നത്, ന്യൂകാസിൽ ചാമ്പ്യൻസ് ലീഗിന് ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിന് ക്വാളിഫൈ ചെയ്ത ഒരു ടീം
തരക്കേടില്ലാത്തൊരു ഓഫർ മുന്നിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ബ്രൂണോ ഗുമാറസിനെ വിടാൻ ന്യൂകാസിൽ തയ്യാറാകും എന്നുള്ള രീതിയിൽ ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളാണെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ജേസൺ വിൽക്കോക്സ് ഒക്കെ ടോക്സ് ബ്രൂണോ ഗുമാറസിൻ്റെ ക്യാമ്പുമായിട്ട് നടത്തുന്നുണ്ട്. അഡ്വാൻസ് സ്റ്റേജിൽ ടോക്സ് നടക്കുന്നു എന്നൊക്കെയുള്ള തരം റിപ്പോർട്ട്സ് ബെൻ ജേക്കബ്സും പലരും അതുപോലെ തന്നെ BBC ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ രണ്ട് പ്ലെയേഴ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ ലിങ്ക്സ് ഒക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ബ്രൂണോ ഗുമാറസിൻ്റെ ചാൻസാണ് കൂടുതൽ. എങ്കിലും ഈ ബ്രൂണോ ഗുമാറസ് വന്നാലും നമുക്ക് അപ്പുറത്തെ നമ്പർ 6 കസമീറോടെ റീപ്ലേസ്മെൻറ്റ് എന്താണേലും കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അപ്പം ആര് വരും എന്നുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇപ്പം നമ്പർ 6 കസമീറോ അല്ലെങ്കിൽ നമ്മുടെ മിഡ്ഫീൽഡിനെ എങ്ങനെ റീവാമ്പ് ചെയ്യണം, എങ്ങനെ ഇതിനെ പുതുക്കിപ്പണിയണം എന്നുള്ള കാര്യത്തിൽ പലർക്കും പല തരം അഭിപ്രായങ്ങളുണ്ട്. ഇപ്പം എന്നോട് ചോദിച്ചാലും ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാരോട് ചോദിച്ചാലും അവരുടെയൊക്കെ നാവിൽ ഏറ്റവും ആദ്യം വരാൻ പോകുന്ന പേര് എനിക്കറിയാം, എലിയട്ട് ആൻഡേഴ്സൻ്റെ പേരായിരിക്കും. എലിയട്ട് ആൻഡേഴ്സൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഓൾ ആക്ഷൻ മിഡ്ഫീൽഡ് സ്റ്റാറ്റ്സ് എടുത്ത് ഇപ്പം നമ്മൾ കസമീറോയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കസമീറോയ്ക്ക് വേണ്ട ക്വാളിറ്റീസ്, ആ ഒരു ഡിഫെൻസീവ് സൈഡ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൈഡ് അതൊക്കെ എലിയട്ട് ആൻഡേഴ്സനുണ്ട്. അതേപോലെ തന്നെ വിത്ത് ദ ബോൾ ബെറ്ററാണ്, ക്യാരീസിൻ്റെ കാര്യത്തിൽ ബെറ്ററാണ്. അപ്പോൾ അങ്ങനെ ഓൾ ആക്ഷൻ ഒരു മിഡ്ഫീൽഡറിന് വേണ്ട എല്ലാ ക്വാളിറ്റിയും ഉള്ള തരം ഒരു മിഡ്ഫീൽഡറാണ് എലിയട്ട് ആൻഡേഴ്സൺ. അപ്പം എൻ്റെയും പലരുടെയും ചോയ്സ് എലിയട്ട് ആൻഡേഴ്സൺ ആയിരിക്കും ഏറ്റവും ആദ്യം ആ ഒരു മിഡ്ഫീൽഡ് ചോയ്സ് എന്ന് പറയുന്നത്. അപ്പം എലിയട്ട് ആൻഡേഴ്സൻ്റെ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 100 മില്യൺ അടുത്ത് ഒരു പ്രൈസ് അല്ലെങ്കിൽ 100 മില്യൺ എബോ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതുമാത്രമല്ല എലിയട്ട് ആൻഡേഴ്സിന് വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി ഭയങ്കര ശക്തമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാണിപ്പം എലിയട്ട് ആൻഡേഴ്സൻ്റെ എന്നാ പറയുന്നത് പ്രിഫേർഡ് ചോയ്സ് എന്നല്ല, എലിയട്ട് ആൻഡേഴ്സൺ പോകാൻ ഏറ്റവും സാധ്യത മാഞ്ചസ്റ്റർ സിറ്റി ആണെന്ന് പറയപ്പെടുന്നു. എന്നാലും യുണൈറ്റഡ് കോമ്പറ്റീഷന് വേണ്ടി തുനിഞ്ഞിറങ്ങും, നമ്മൾ കമ്പീറ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പം നമുക്കും സിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സിറ്റിക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പെപ് ഗ്വാർഡിയോള എന്ന് പറയുന്ന മനുഷ്യനാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു ഫുട്ബോൾ അപ്പോൾ അവരുടെ ഒരു പെർഫോമൻസ് ഓൺ ദ ഗ്രൗണ്ട് പെർഫോമൻസ് ഒക്കെ നോക്കിയാലും എടുത്തു പറയാൻ ഈ സീസണിൽ അവർക്ക് പ്രത്യേകിച്ച് അച്ചീവ്മെൻറ്റ്സ് ഒന്നുമില്ല. ഓരോന്നീന്നായിട്ട് അവർ പുറത്താകുന്നു, ഗ്വാർഡിയോളയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്നു. പക്ഷേ ഗ്വാർഡിയോള എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ഉള്ളിടത്തോളം കാലം പുള്ളിയുടെ ഒരു പ്രസൻസ് നമുക്ക് പണ്ട് അലക്സ് ഫെർഗ്യൂസൺ ഉള്ള പോലെ തന്നെ ഗ്വാർഡിയോളയുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നവർക്ക് അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ നമ്മൾ ഏത് വിധേനയും നമ്മൾ കൺവിൻസ് ചെയ്ത് ഈ ഒരു മനുഷ്യനെ എലിയട്ട് ആൻഡേഴ്സനെ കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാര്യമായിരിക്കും. എന്നെ സംബന്ധിച്ച് എത്ര കാശാണെങ്കിലും എലിയട്ട് ആൻഡേഴ്സനെ സൈൻ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി. പിന്നെ എലിയട്ട് ആൻഡേഴ്സന്റെ കൂട്ടത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മിഡ്ഫീൽഡർ എന്ന് പറയുന്നത് ഒരു മിനി എലിയട്ട് ആൻഡേഴ്സൺ എന്ന് ഞാൻ കരുതുന്ന ഒരു പ്ലെയറും വെസ്റ്റ് ഹാമിൻ്റെ മത്തേസ് ഫെർണാണ്ടസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റ്സ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും സ്റ്റാറ്റ്സ് കമ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും പുള്ളിയുടെ ഗെയിം കാണുമ്പോഴും പുള്ളി ഒരു ഓൾ ആക്ഷൻ മിഡ്ഫീൽഡർ അല്ലെങ്കിൽ നമുക്ക് എലിയട്ട് ആൻഡേഴ്സൺ ലെവലിലേക്ക് വളർത്തിയെടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡർ. 21 വയസ്സ് മാത്രമുള്ള പോർച്ചുഗീസ് ഇൻ്റർനാഷണലാണ് മത്തേസ് ഫെർണാണ്ടസ്. അതുമാത്രമല്ല വെസ്റ്റ് ഹാമിന് വേണ്ടി കളിക്കുന്ന ആ ഒരു പ്ലെയർ വെസ്റ്റ് ഹാം മിക്കവാറും ഈ സീസൺ റെലിഗേറ്റ് ആകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെലിഗേഷനിലേക്ക് ആ ഒരു ടീം പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ ചീപ്പറായിട്ട് ഈ ഒരു പ്ലെയറിനെ കിട്ടും. 50 മില്യനുള്ളിൽ നമുക്ക് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം അങ്ങനത്തെ ഒരു മിഡ്ഫീൽഡർ എലിയട്ട് ആൻഡേഴ്സൺ എന്ന് പറയുന്ന വലിയൊരു സൈനിങ് കൂട്ടത്തിൽ ഈ ഒരു മിഡ്ഫീൽഡർ നമ്മുടെ മിഡ്ഫീൽഡ് സെറ്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ എലിയട്ട് ആൻഡേഴ്സൺ, മത്തേസ് ഫെർണാണ്ടസ്, ബ്രൂണോ ഫെർണാണ്ടസ് ഇതായിരിക്കണം നമ്മുടെ മിഡ്ഫീൽഡ്. അപ്പം എലിയട്ട് ആൻഡേഴ്സൺ ആയാലും മത്തേസ് ഫെർണാണ്ടസ് രണ്ടുപേർക്കും മുന്നോട്ട് പോയി അറ്റാക്കിൽ ഇൻവോൾവ് ചെയ്യാനും ആ ഒരു ടെക്നിക്കൽ എബിലിറ്റി ഉണ്ട്, ക്യാരിങ് എബിലിറ്റി ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ക്രിയേറ്റീവ് സൈഡും ഉള്ള കളിക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഗെയിമിൻ്റെ ഒരു ഫ്ലോ അനുസരിച്ച് ഒരാൾക്ക് മുന്നോട്ട് പോയി അറ്റാക്കിൽ ഇൻവോൾവ് ചെയ്യാൻ ബാക്കിയുള്ള രണ്ടാമത്തെ ആളാരാണോ ആ ആൾക്ക് ഹോൾഡ് ബാക്ക് ചെയ്ത് ആ ഒരു ആങ്കർ റോള് അല്ലെങ്കിൽ ഡിസ്റപ്ഷനും കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ രണ്ടുപേരെയും കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന തരം മിഡ്ഫീൽഡറാണ് നമ്മുടെ മിഡ്ഫീൽഡിനെ നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്ത് ബ്രൂണോയ്ക്ക് ക്രിയേറ്റീവ് വൈസ് ആണെങ്കിലും ബ്രൂണോയുടെ തലേന്ന് ഒത്തിരി ആ ഒരു തലവേദന കുറേ ഒഴിവാക്കി കിട്ടും ഈ ഒരു മിഡ്ഫീൽഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫിസിക്കാലിറ്റി വർക്ക് റേറ്റ് ടെക്നിക്കൽ എബിലിറ്റിക്ക് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പെർഫെക്റ്റ് മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് എലിയട്ട് ആൻഡേഴ്സൺ, മത്തേസ്
ബ്രൂണോ ഫെർണാണ്ടസ് ഇതായിരിക്കും. ഇനിയിപ്പം നമുക്കിപ്പം നമ്മുടെ ഉഗാർത്തെ നമ്മുടെ ടീമിൽ നിന്ന് പോവുകയാണെന്ന് വിചാരിച്ചു. ഉഗാർത്തെ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ജാവോ ഗോമസ് മുടക്കത്തെ ഒരു പ്ലെയറിനെ ബാക്കപ്പ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് സൈൻ ചെയ്യാം. കുറേയും കൂടെ എനിക്ക് തോന്നുന്നത് വിത്ത് ദ ബോൾ ക്രിയേറ്റീവ് വൈസ് അത്രയ്ക്കും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രകടനമൊന്നും ജാവോ ഗോമസിനില്ല. ക്രിയേറ്റീവ് സൈഡ് മോശമാണ്, പക്ഷേ ബോൾ ക്യാരിങ് എബിലിറ്റി ആയാലും അതേപോലെ തന്നെ ഡിസ്റപ്ഷൻ്റെ ക്വാളിറ്റി, കസമീറോടെ ആ ഒരു ഡിസ്റപ്ഷൻ ക്വാളിറ്റി, ബോൾ പൊസഷൻ വിന്നിങ് ആയാലും ഡുവൽ വിന്നിങ് ഒക്കെ കാര്യത്തിലൊക്കെ കസമീറോയുടെ റെക്കോർഡ്സിനെയൊക്കെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന തരം റെക്കോർഡാണ് ജാവോ ഗോമസിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ജാവോ ഗോമസ് എന്നെയും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാം. അതുകൊണ്ട് തന്നെ എലിയറ്റ് ആൻഡേഴ്സൺ, മത്തേസ് ഫെർണാണ്ടസ്, ജാവോ ഗോമസ് 3 സൈനിങ്സ് ആണെങ്കിൽ ഇതായിരിക്കും എൻ്റെ 3 സൈനിങ്. അത് മാത്രമല്ല ഇന്ന് ബോൺമൂത്തുമായിട്ട് നമ്മുടെ മാച്ചുണ്ട്. അപ്പം ബോൺമൂത്തുമായിട്ട് ഉള്ള മാച്ചിൽ നമ്മളെല്ലാവരും വളരെ കെയർഫുള്ളി വാച്ച് ചെയ്യേണ്ട ഒരു മിഡ്ഫീൽഡറുണ്ട്, അലക്സ് സ്കോട്ടിനെ ഇതിന് മുന്നേയും യുണൈറ്റഡ് സ്കൗട്ട് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും സ്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ടാർഗറ്റ്സ് ഒരാളാകാനുള്ള സാധ്യതയുണ്ട് അലക്സ് സ്കോട്ട്. അപ്പോൾ എല്ലാവരും അലക്സ് സ്കോട്ടിൻ്റെ ഗെയിമും കൂടെ ഒന്ന് കെയർഫുള്ളി മൈക്രോസ്കോപ്പ് വെച്ചൊന്ന് വാച്ച് ചെയ്യുക. നമുക്ക് ചിലപ്പം പെടേണ്ട ഒരു പ്ലെയറാണ് അലക്സ് സ്കോട്ട്. പ്രൈസാണ് പ്രശ്നം. ബോൺമൂത്തൊക്കെ ഒരു 55-60 മില്യനൊക്കെ ചോദിക്കും, അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉള്ളൂ. ബാക്കി ടാലൻറ്റ് വൈസ് എനിക്ക് പ്രശ്നമില്ല. എങ്ങനെ നമുക്ക് എതിരെ പെർഫോം ചെയ്യുന്നു എന്നും കൂടെ നമുക്ക് നോക്കണം. അപ്പം നമ്മുടെ മിഡ്ഫീൽഡിനെ കുറിച്ചും നമ്മുടെ ലിങ്സിനെ കുറിച്ചും എൻ്റെ പ്രിഫേർഡ് ചോയ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത്, നിങ്ങളുടെ മിഡ്ഫീൽഡ് ചോയ്സ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അറഞ്ചം പുറഞ്ചം ചെന്നം എന്ന കമൻസ് ആയി ഇടുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.